BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ മാഫിയവൽക്കരണവും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ AIYF ഓപ്പൺ ഫോറം നടത്തി. സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ ഡയറക്ടർ സഖറിയ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് സഖറിയ ജോർജ് ആവശ്യപ്പെട്ടു. കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വിഷയങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കാൻ പരാതി നിർബന്ധമല്ലെന്നും പറഞ്ഞു. AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുൺ അധ്യക്ഷനായി. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, അപർണ സെൻ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, AIYF ജില്ലാ സെക്രട്ടറി KR റിനീഷ്, പ്രസിഡന്റ് PK രാജേഷ്, ആൽവിൻ സേവിയർ, രേഖ ശ്രീജേഷ് എന്നിവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ നഗരത്തിൽ സ്വകാര്യ ബസ്സും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 കൊച്ചി ധനുഷ്കോടി റോഡിൽ എവറസ്റ്റ് കവലയിലാണ് അപകടം നടന്നത്. കോതമംഗലം ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ ഇടിക്കാതിരിക്കാൻ റോഡരികിലേക്ക് വെട്ടിക്കുന്നതിനിടെയാണ് നിർത്തിയിട്ടിരിക്കുന്ന പിക്കപ്പ് ലോറിയിലേക്ക് ഇടിച്ചത്. ലോറി സമീപത്തുള്ള വൈദ്യുത പോസ്റ്റിലിടിച്ചാണ് നിന്നത്. ലോറി ഇടിച്ച ഉടൻ വൈദ്യുതി ബന്ധം നിലച്ചതിനാൽ ദുരന്തം ഒഴിവായി. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രാഫിക് പോലീസും KCB ഉദ്യോഗസ്ഥരും എത്തിയാണ് വൈദ്യുതി ലൈനുകൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സംസ്ഥാന പാതയുടെ ഭാഗമായ കിഴക്കമ്പലം പട്ടിമറ്റം റോഡിൽ ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കിഴക്കമ്പലം സബ്സ്റ്റേഷന് സമീപം മയിലാടുംകുന്ന് ഇറക്കത്തിൽ 2 ദിവസത്തിനിടെ 4 സ്കൂട്ടർ യാത്രികരാണ് അപകടത്തിൽപ്പെട്ടത്. ടൈൽ വിരിക്കുന്നതിന് വേണ്ടി റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ മെറ്റലിൽ തെന്നി വീഴുന്നവരുടെ എണ്ണവും ഏറെയാണ്. കൂടാതെ വലിയ കുഴികളും ബൈക്ക് യാത്രികരെ വീഴ്ത്തുന്നുണ്ട്. എരപ്പുംപാറ, കനാൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ടൈൽ വിരിക്കുന്നതിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടെങ്കിലും നിർമ്മാണം മെല്ലെ പോക്കിലാണ്. തോന്നിയതുപോലെയാണ് കരാറുകാരന്റെ നിർമ്മാണ പ്രവർത്തനം. ഒരു ഭാഗം മാത്രം ടൈൽ വിരിച്ചിട്ട് പോയിട്ട് പിന്നെ അനക്കമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കിഴക്കമ്പലം മുതൽ നെല്ലാട് വരെ ടാർ ചെയ്യുന്നതിനായി 6 വർഷത്തിനിടെ 50 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ റോഡിൽ ചെലവായത് നിസ്സാര തുക മാത്രമാണ്. അടുത്തിടെ 10 കോടി രൂപ അനുവദിച്ച് ടെൻഡർ നടപടി പൂർത്തിയായെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മെല്ലെ പോക്കിലാണ്. റോഡ് ഇത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. CDTൽ നിന്ന് പേപ്പർ കിട്ടാത്തതിനാൽ RT ഓഫീസിൽ രാജ്യാന്തര ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി മുടങ്ങി. അപേക്ഷിച്ചാൽ 2 ദിവസത്തിനകം നൽകി രാജ്യാന്തര ഡ്രൈവിംഗ് ലൈസൻസ് 2 ആഴ്ചയായി വിതരണം ചെയ്യുന്നില്ല. 200ഓളം പേർക്ക് ലൈസൻസ് നൽകാനുണ്ട്. ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് വിദേശത്ത് പോകുമ്പോൾ രാജ്യാന്തര ഡ്രൈവിംഗ് ലൈസൻസിനായി അപേക്ഷിക്കുന്നത്. വിസയും വിമാന ടിക്കറ്റും അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന പേരിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും അവിടങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കൽ എളുപ്പമാകും. അപേക്ഷകൻ നേരിട്ട് ഹാജരാകാതെ ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ രാജ്യാന്തര ലൈസൻസ് തപാലിൽ അയച്ചു കൊടുക്കുന്നതാണ് നിലവിലെ നടപടിക്രമം. അച്ചടി മുടങ്ങിയതോടെ ലൈസൻസ് വാങ്ങാതെ തന്നെ പലരും വിദേശത്തേക്ക് പോയി. അച്ചടിക്കാനുള്ള പേപ്പർ ലഭ്യമാക്കണമെന്ന് ഗതാഗത കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടികളുടെ കുടിശ്ശിക ഉള്ളതിനാലാണ് പേപ്പർ വിതരണം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ CDT നിർത്തിവെച്ചത്. ഏതാനും ദിവസം RT ഓഫീസുകളിൽ നിന്ന് CDTന്റെ ജീവനക്കാരെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇവർ പിന്നീട് ജോലി പുനരാരംഭിച്ചെങ്കിലും സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിട്ടില്ല. RT ഓഫീസുകളുടെ കമ്പ്യൂട്ടറുകളുടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ ചെയ്യുന്നത് CDT ജീവനക്കാരാണ്. ഇതിനായി ഓരോ ഓഫീസിലേക്കും ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഇവരാണ് ഏതാനും ദിവസം ജോലിയിൽ നിന്ന് വിട്ടുനിന്നത്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളുടെയും ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും അച്ചടി മാസങ്ങളായി അവതാളത്തിലാണ്. 4 ലക്ഷത്തോളം RCയും 1.5 ലക്ഷത്തോളം ലൈസൻസും അച്ചടിക്കാനുണ്ട്. ജൂൺ 15 മുതൽ RT ഓഫീസിൽ വിവിധ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ RCയാണ് അച്ചടിക്കാനുള്ളത്. കോടതി നിർദ്ദേശിക്കുമ്പോഴും ഉപജീവനത്തിന് RC നിർബന്ധമായി വരുന്ന സാഹചര്യത്തിലും നാമമാത്രമായി അച്ചടി നടത്തുന്നുണ്ട്. അച്ചടി ജോലി ചെയ്യുന്ന പാലക്കാട് ITI കമ്പനിക്ക് കൂലിയായി കോടികളും നൽകാനുണ്ട്. അച്ചടിക്കുന്ന RCയും ലൈസൻസും വിതരണം ചെയ്യുന്ന തപാൽ വകുപ്പിനും കോടികൾ കുടിശ്ശികയുണ്ടെങ്കിലും അച്ചടിക്കുന്ന സാമഗ്രികൾ ഇപ്പോഴും അവർ വിതരണം ചെയ്യുന്നുണ്ട്.
ഏലൂരിലെ ജലവായു ഗുണനിലവാരം തത്സമയം ജനങ്ങളെ അറിയിക്കുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിച്ച സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. പെരിയാറിലെ ജലഗുണനിലവാരം തത്സമയം നിരീക്ഷിക്കുന്നതിന് നദിയുടെ മേൽത്തട്ടിൽ പുഴയിൽ സ്ഥാപിച്ചിട്ടുള്ള റിവർ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നില്ല. വായു മലിനീകരണ തോത് അറിയുന്നതിനുള്ള ആംബിയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല. ഓൺലൈൻ മോണിറ്ററിംഗ് നടക്കുന്നില്ല. ഈ സംവിധാനങ്ങളുടെ തകരാർ പരിഹരിക്കുന്നതിനുള്ള വാർഷിക അറ്റകുറ്റപ്പണി കരാർ പുതുക്കാൻ PCB താൽപര്യവും കാണിക്കുന്നില്ല. അറ്റകുറ്റപ്പണിക്കുള്ള വാർഷിക കരാർ പുതുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് മേലധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഏലൂരിലെ സർവീലൻസ് സെന്റർ മേധാവി MM ഷൈജു അറിയിച്ചു. ഫാക്ട് കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിസ്പ്ലേ ബോർഡിൽ നിത്യവും മുടങ്ങാതെ 24 മണിക്കൂറും ജലവായു ഗുണനിലവാരം കാണിച്ചിരുന്നു. പെരിയാറിൽ 50 കോടിയോളം രൂപയുടെ മത്സ്യക്കുരുതിക്ക് കാരണമായ മെയ് 20 മലിനീകരണത്തിന് ശേഷം ഡിസ്പ്ലേ ബോർഡ് പ്രവർത്തിച്ചിട്ടില്ല. തെറ്റായ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നപ്പോൾ ഡിസ്പ്ലേ ബോർഡിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. 50 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം PCB ഏലൂരിൽ സ്ഥാപിച്ചത്. ദീർഘദൂര ബസ്സുകളിലെ യാത്രക്കാർക്ക് നല്ല ഭക്ഷണവും ശുചിമുറി സൗകര്യവും നൽകാൻ കഴിയുന്ന സ്വകാര്യ ഹോട്ടലുകളെ KSRTCയുടെ യാത്രാ സ്റ്റേഷനുകളാക്കി മാറ്റുമെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ. കൊല്ലത്ത് നിന്ന് ആലുവ രാജഗിരി ആശുപത്രി വഴി പെരുമ്പാവൂരിലേക്ക് ആരംഭിച്ച KSRTC ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നിന്ന് രാജഗിരി വഴി മറ്റൊരു ബസ് സർവീസ് കൂടി ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഫ്ളാഗ് ഓഫിന് ശേഷം ആശുപത്രിക്ക് മുന്നിലൂടെ അല്പദൂരം മന്ത്രി ബസ് ഓടിച്ചു. പെരുമ്പാവൂരിൽ നിന്ന് ദിവസവും വൈകിട്ട് 4:20 പുറപ്പെടുന്ന കൊല്ലം ഫാസ്റ്റ് പാസഞ്ചർ ബസ് 4:45 രാജഗിരിയിലെത്തി വൈറ്റ്ല ആലപ്പുഴ വഴി രാത്രി 10:05 കൊല്ലത്തെത്തും. അവിടെ നിന്ന് പുലർച്ചെ 5 പുറപ്പെട്ട് 9:55 രാജഗിരി ആശുപത്രിയിലെത്തും. അൻവർ സാദത്ത് MLA അധ്യക്ഷത വഹിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA, ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പിള്ളി, എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് CK ലിജി, വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ഖാദർ, അംഗം NH ഷബീർ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജിജി കുരുട്ടുകുളം, ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ ബിജു ചന്ദ്രൻ, KSRTC ചീഫ് ട്രാഫിക് ഓഫീസർ KP രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.